മാറാനാ എന്താ ചെയ്യാനാ? എങ്ങോട്ട് മാറാൻ ഒരു രക്ഷയുമില്ല. എല്ലാം മുങ്ങും, കാട്ടിലും മുങ്ങും, എല്ലാം പോയി. അലക്ക് വിഷയം മൊത്തം പോയി. ആലപ്പുഴ ജില്ലയിൽ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. കാരണം കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്നതാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിനടിയിലാകാൻ ഇടയാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലാണ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലാ അതിർത്തിയായ നെടുമ്പ്രത്താണ് ഇപ്പോൾ രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. സമാനമായ സ്ഥിതി മറ്റ് ഇടറോഡുകളിലുമൊക്കെയുമുണ്ട്. അതോടൊപ്പം തന്നെ തീരെ താഴ്ന്ന പ്രദേശങ്ങളായ കുട്ടനാട് ഉൾപ്പെടുന്ന വിയപുരം, എടത്വ, തകഴിയിൽ അടക്കമുള്ള ഈ തലവടി പഞ്ചായത്തിലടക്കം വിവിധ വീടുകളിലൊക്കെയും വെള്ളക്കെട്ട് മൂലം ആളുകൾ ബന്ധുവീടുകളിലേക്കും അതോടൊപ്പം തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ആകെ ആശ്വാസകരമായ ഒരു കാര്യം തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്ധകരനഴി, തണ്ണീർമുക്കം ബണ്ടൊക്കെയും തുറന്നിട്ടുണ്ട്. ചെങ്ങന്നൂരിലാണ് ആദ്യം ആലപ്പുഴ ജില്ലയിൽ വെള്ളം എത്തുന്നത്. ഇന്നലെ മുതൽ തന്നെ ചെങ്ങന്നൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പാണ്ടനാട് അടക്കമുള്ള മേഖലകളിലും വെള്ളക്കെട്ടുണ്ട്. NDRFന്റെ സംഘം ചെങ്ങന്നൂരിൽ സവിശേഷമായ സാഹചര്യമുള്ളതിനാൽ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. പലരും ആശങ്കപ്പെടുന്നത് 2018 സമാനമായുള്ള സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ആശങ്ക ആളുകളൊക്കെയും പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ റോഡിലൊക്കെ പലരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് നടന്നാണ് ഇപ്പോൾ വരുന്നത്. വീടുകളിലൊക്കെ എങ്ങനെയാണ് ചേട്ടാ അവസ്ഥ? വീടുകളിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പരിതാപകരമാണ്. സാധനങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. പിന്നെ വയ്യാത്തവരുണ്ട്, അവരെ മുകളിലോട്ടും ഒക്കെ കയറ്റിക്കൊണ്ട് അവർ വീൽ ചെയറിൽ പോകുന്നവരാണ്. 2-3 കുടുംബങ്ങളുണ്ട്. എല്ലാവരും ഞങ്ങൾ ഇന്നലെ രാത്രി 2 മണിയോടുകൂടി എല്ലാത്തിനും മുകളിൽ കയറ്റി. അങ്ങനെ ആകെ ദുരിതത്തിലാണ് അവർ. എങ്ങനെയുണ്ട്? 2018 പോലുള്ള പ്രശ്നം തന്നെ ഇത്. എൻ്റെ വീട്ടിലാണ് 5-6 പൂച്ചയുണ്ട്. പൂച്ച എല്ലാം ഉണ്ട്. വീട്ടിലാണ് ഇത്തരം വെള്ളമുണ്ട്. വെള്ളം കൂടി വരുവാണോ? വെള്ളം കൂടി വരും. ആറ്റുകിട്ട കൂടി വരുക. പിന്നെ അതുങ്ങളെ പോറ്റാൻ വേണ്ടി വല്ല തീറ്റി അന്വേഷിച്ചിറങ്ങിയതാ. വീട്ടിൽ നിന്ന് മാറുന്നില്ല. ഇപ്പം മാറാനാ എന്താ ചെയ്യാനാ? എങ്ങോട്ട് മാറാൻ ഒരു രക്ഷയുമില്ല. എല്ലാം മുങ്ങും, കാട്ടിലും മുങ്ങും, എല്ലാം പോയി. അലക്ക് വിഷയം മൊത്തം പോയി. വെള്ളം നല്ല വരവാണല്ലേ? അല്ല തീർത്തുള്ള വരവാ. അതേ രീതിയിലുള്ള വെള്ളമാണ് ഇത്. 2018 യോജിക്കപ്പെടും ഈ രീതിയിലാണെങ്കിൽ. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഇച്ചിരി തെളിച്ചമുണ്ടല്ലോ, ഉണ്ടെന്ന് വരിലും. അതല്ല, ഈ വെള്ളം ഇത്രയും ഇല്ല. 2019 2018 മുതൽ അങ്ങോട്ട് തുടങ്ങിയ വെള്ളമായിരുന്നു. ആ വെള്ളം ഇപ്പം 19 അവസാനിച്ച് നിൽക്കുകയാണെന്ന് ഇപ്പം പറയാം. ഇപ്പം എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ പങ്കുവെക്കുന്നത് പോലെ അവരുടെ ദുരിതവും കാണാം. ഇപ്പോൾ ഒരു സ്ത്രീ സൈക്കിൾ ഉന്തിക്കൊണ്ട് മറുകരയിലേക്ക് പോകുന്നത് കാണാം. ഈ ആലപ്പുഴ അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചക്കുളത്തുകാവ് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത്. തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നീരേറ്റുപുറത്തും സർവീസ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കടലോര മേഖലകൾ ധാരാളമുള്ള ആലപ്പുഴയിൽ കടൽ ക്ഷോഭം രൂക്ഷമാണ്. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ പ്രദേശങ്ങളിലേക്ക് കടൽക്ഷോഭം മൂലം നിരവധി വീടുകളിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലരും ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിയിട്ടുമുണ്ട്. എന്തായാലും ആലപ്പുഴ ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു ദുരിതം കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ വരവ് ശക്തമായിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ ഉണ്ടായ ശക്തമായ മഴയുടെ പരിണിത ഫലം ഇപ്പോൾ ആലപ്പുഴ ജില്ലക്കാരാണ് അനുഭവിക്കുന്നത്. ധാരാളമായി വെള്ളം പമ്പയിലൂടെയും അച്ചൻകോവിലൂടെയും അതോടൊപ്പം തന്നെ മണിമലയാറിലൂടെയൊക്കെയും ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ആശ്വാസകരമായ ഒരു കാര്യം, തോട്ടപ്പള്ളി സ്പിൽവേ വഴി അതോടൊപ്പം മറ്റ് സ്പിൽവേ ഷട്ടറുകൾ വഴി തണ്ണീർമുക്കം, അന്ധകരനഴി അടക്കമുള്ള ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് പോകുന്നു, കടലിലേക്ക് പോകുന്നു എന്നുള്ളതൊരു ആശ്വാസകരമായ സാഹചര്യമാണ്. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.